എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റോഡ് റേജ് എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രശ്നത്തെ പറ്റിയാണ്. ആ വാക്ക് ചിലപ്പോൾ നമ്മൾ മലയാളികൾക്ക് അത്ര സുപരിചിതമായിരിക്കണമെന്നില്ല. പക്ഷേ ഒരു വണ്ടിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ഏതൊരു മലയാളിയും തീർച്ചയായിട്ടും ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ റോഡ് റേജ് അഥവാ റോഡിലെ ദേഷ്യം എന്ന് പറയുന്നത്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സിനിമയുടെ കഥ പറയാം. ഇത് ഒരു അർജന്റീനൻ മൂവിയാണ്. മൂവി എന്ന് പറഞ്ഞാൽ ഒരു ആന്തോളജി മൂവിയാണ്. ആ മൂവിയിൽ മൂന്നാമത്തെ സെഗ്മെന്റ്, അതിൻ്റെ പേര് റോഡ് ടു ഹെൽ എന്നാണ്. ആ മൂവിയുടെ മുഴുവൻ പേര് എന്ന് പറയുന്നത് വൈൽഡ് ടൈൽസ് എന്നാണ്. സ്പാനിഷ് മൂവിയാണ്. അതിലെ മൂന്നാമത്തെ മൂവിയായ റോഡ് ടു ഹെൽ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ സിനിമ തുടങ്ങുമ്പോൾ ഒരു വളരെ വിജനമായിട്ടുള്ള ഒരു റോഡ്, ആ റോഡിലൂടെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാർ ഓടിച്ച് വരുന്ന വളരെ ധനികനായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാൾ കാർ ഓടിച്ച് വരുമ്പോൾ അയാളുടെ മുന്നിൽ ഒരു ട്രക്ക് പോലത്തെ ഒരു വണ്ടി. ആ വണ്ടി ഓടിക്കുന്ന ആള് ഇദ്ദേഹത്തിന് സൈഡ് കൊടുക്കുന്നില്ല, വണ്ടിക്ക് പാസ് ചെയ്യാൻ സൈഡ് കൊടുക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് സൈഡ് കിട്ടുകയും അയാൾ ഓവർടേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ സൈഡ് കിട്ടിയ ധനികനായിട്ടുള്ള മനുഷ്യൻ മറ്റേയാളെ നോക്കി ഒരു അശ്ലീലം ചൊവ്വയുള്ള ഒരു ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇത്രയാണ് സംഗതി. ഇത് കഴിയുമ്പോൾ കുറെ കഴിഞ്ഞ് അയാൾ മുന്നോട്ട് പോയി. അയാൾ വിജയശ്രീലാളിതനായിട്ട് ഓവർടേക്ക് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയി. കുറെ കഴിയുമ്പോൾ ഇയാളുടെ ഈ കാറിന്റെ ടയർ പഞ്ചറായിട്ട് ഒരു പാലത്തിനടുത്ത് നിർത്തുകയാണ്. നിർത്തിയിട്ട് പാലത്തിനടുത്ത് സൈഡിൽ ഒതുക്കിയിടുന്നു. കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ട്രക്ക് ഡ്രൈവർ അയാൾ അവിടെ എത്തുന്നു. ഇയാളെ കാണുന്നു. അപ്പോൾ ഇയാളുടെ ഉള്ളിലുള്ള ആ ഫ്രസ്ട്രേഷൻ, നേരത്തെ ആംഗ്യം കാണിച്ചതിലുള്ള ആ ഒരു ദേഷ്യം ഇയാൾ തീർക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് പോകുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ, ഹർട്ടായിട്ടുള്ള ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഏതറ്റം വരെ പോകും എന്നതിൻ്റെ വളരെ മാരകമായിട്ടുള്ള വേർഷനാണ് പിന്നെ നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. ക്ലൈമാക്സിൽ കത്തിക്കരിഞ്ഞ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഈ രണ്ടുപേരും കൂടി ഇരിക്കുന്ന മൃതദേഹങ്ങളായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ കാറ് കത്തി, രണ്ടുപേരും ആ കത്തുന്ന കാറിനകത്തിരുന്ന് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അവിടെ വരെ എത്തുന്നതെന്നുള്ളതൊക്കെ ആ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അത് അന്വേഷിക്കാൻ വരുന്ന അപകടം അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ ആദ്യം സംശയിക്കുന്നത് ഒരു ഡാർക്ക് ഹ്യൂമർ രീതിയിലാണ് ശരിക്കും അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ ഒരു ഹോമോസെക്ഷൽ പാർട്ട്നേഴ്സ്, പങ്കാളികളായിട്ടാണ് അദ്ദേഹം ആദ്യം കാണുന്നത്. പിന്നെ മരണസമയത്ത് പോലും ഇത്രയും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിരുന്ന് മരിക്കുന്ന രണ്ട് പുരുഷന്മാരെ അദ്ദേഹം ആ ഒരു രീതിയിൽ തന്നെ ഓർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു ഈഗോ ക്ലാഷിൽ തുടങ്ങിയത് മരണത്തിൽ അവസാനിക്കുന്ന സിനിമയാണ് ഈ പറയുന്ന റോഡ് ടു ഹെൽ എന്ന് പറയുന്നത്. ഇവർക്ക് പരസ്പരം പേരോ അവരുടെ നാടോ ഒന്നും അറിയത്തില്ല ഈ കഥാപാത്രങ്ങൾക്ക്. പക്ഷെ റോഡിൽ വെച്ചുണ്ടായ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ അവർ മരിച്ചു പോവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ സമാനമായിട്ടുള്ള ഒരു ഇൻസിഡന്റ്, ഒരു കാറിന് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ, വളരെ യങ്ങായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ രണ്ടുപേർ ചേർന്ന് കാറിന്റെ ബോണറ്റിൽ കയറ്റി കിടത്തുകയും പിന്നീട് കാർ ഇടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അതിദാരുണമായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ ഈ കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഞെട്ടൽ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒരു സിനിമയെ പറ്റി ഓർത്തു എന്ന് മാത്രം. ഈ പറയുന്ന റോഡ് റേജ് അഥവാ റോഡിലെ ദേഷ്യം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ പച്ച ലൈറ്റ് കത്തിയാൽ ഉടൻ തന്നെ പുറകിൽ നിന്ന് നമുക്ക് ഹോണടി കേൾക്കാം. പലപ്പോഴും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ആ സംഗതി. ഒരു ഒറ്റ സെക്കൻഡ് പോലും നമുക്ക് ക്ഷമിക്കാൻ അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഫ്രണ്ടിലുള്ള ഒരാൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാനുള്ള ഒരു 3-4 സെക്കൻഡിന്റെ സാവകാശം പോലും കൊടുക്കാൻ പുറകിൽ നിൽക്കുന്നവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതേ സമാനമായിട്ടുള്ള ഇൻസിഡന്റുകൾ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് കൊടുക്കുന്നതിൻ്റെതായ സമാനമായിട്ടുള്ള ഇൻസിഡന്റുകൾ എത്രയോ വീഡിയോസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്.
സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് വണ്ടിയായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ഒരു വണ്ടിയായിട്ട് പുറത്തിറങ്ങി നമുക്ക് ആരെങ്കിലും സൈഡ് തരുന്നില്ല, സൈഡ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അയാളോട് ഒരു തെറി വിളിക്കുകയോ ഒരു ആംഗ്യം കൊണ്ടെങ്കിലും നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കുകയോ ദേഷ്യം തീർക്കുകയോ ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനക്കേടാണ്. ആ രീതിയിലാണ് നമ്മുടെ ഒരു മെന്റൽ സെറ്റപ്പ്. ഇതെല്ലാം തന്നെ ഈ റോഡ് റേജിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ കോ പാസഞ്ചേഴ്സ് ഒക്കെ സെയിം വൈബ് കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണിക്കാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് കൂടുകയും ചെയ്യും. ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഈ ഒരു 2-3 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം കവടിയാർ റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. രാത്രിയിൽ, അർദ്ധരാത്രിയിലാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. കുറച്ച് ചെറുപ്പക്കാർ, 5 ചെറുപ്പക്കാർ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവർ നോക്കുമ്പോൾ ഒരു ലക്ഷറിയസ് കാറ് അവരെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഇത് നമ്മുടെ ഡ്രൈവർക്കോ അതിൽ കൂടെ ഉണ്ടായിരുന്ന ആർക്കോ ഇഷ്ടപ്പെട്ടില്ല. അവൻ ആര് എന്നെ ഓവർടേക്ക് ചെയ്യാനെന്നുള്ള ഒരു ചിന്ത അവിടെ വരികയും ഈ പറയുന്ന ഒരു സാധാ കാറായിരുന്നു, ആ കാറ് കൊണ്ട് മറ്റേ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായിരുന്നു. നേരെ പോയിട്ടൊരു മരത്തിൽ ഇടിക്കുകയും കാറിലുണ്ടായിരുന്ന 5 പേരിൽ 4 പേരും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഗതി 2-3 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ തിരുവനന്തപുരം സംഭവിച്ചിട്ട്. ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന റോഡ് റേജ്, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് അറിയാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പണ്ട് 10ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞ ഒരു കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ ഒരു മോറൽ സ്റ്റോറി എന്നുള്ള രീതിയിൽ ടീച്ചർ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു പൊതുവഴിയിൽ എതിർദിശകളിൽ നടന്നു വരുന്ന 2 പേർ. അപ്പോൾ അതിൽ 2 പേരും വളരെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ നമുക്ക് 3 വഴികൾ തെളിഞ്ഞു കിട്ടും. എന്നുവെച്ചാൽ ഒറിജിനൽ ഒരു വഴി അവിടെ ഉണ്ട്. ഇവർ 2 പേരും മാന്യന്മാരായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരവരുടേതായ ഒരു വഴി അവർ കണ്ടെത്തി 3 വഴികളുണ്ടാവും. ഇനി അതിൽ ഒരാൾ മാന്യനും മറ്റേയാൾ അത്ര മാന്യനല്ലാത്ത ആളും ആണെങ്കിൽ പോലും അവിടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. കാരണം അപ്പോഴും അവിടെ 2 വഴിയുണ്ടാവും. ഇനി 2 പേരും മാന്യന്മാരല്ല എങ്കിൽ അവിടെ ഉള്ള ആ ഒരു വഴി തന്നെ 2 പേർക്കും ഉപയോഗം ഇല്ലാത്ത രീതിയിലായി മാറും. നമ്മുടെ നാട്ടിൽ ഈ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് മാന്യന്മാരല്ലാത്ത 2 പേർ ആ പൊതുവഴിയിലൂടെ നടക്കുകയോ വണ്ടി ഓടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദാരുണമായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ കണ്ടത് എന്ന് മാത്രം. ഈ റോഡ് ഒരു പൊതു സ്വത്താണെന്നുള്ള ധാരണ നമുക്ക് പലർക്കും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിൻ്റെ സ്ത്രീധനം കിട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുന്ന, അതുപോലെ നമുക്ക് ചോദിക്കേണ്ടി വരുന്ന രീതിയിലാണ് പലപ്പോഴും പലരുടെയും പെരുമാറ്റങ്ങൾ. പക്ഷേ നമ്മൾ അതിനോട് ആ രീതിയിൽ പ്രതികരിക്കുകയും കൂടെ ചെയ്തു കഴിയുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നം പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും അടിപിടികളിലേക്കും ചിലപ്പോൾ ഈ പറയുന്ന പോലത്തെ വലിയ അക്രമ സംഭവങ്ങളിലേക്കും ഒക്കെ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഈ ഇപ്പോൾ കണ്ട സംഗതികളുടെ എല്ലാത്തിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയും മറ്റേയാളുടെ ഈഗോയോ ഒക്കെ ഹർട്ടാവുകയും അയാൾ അതിനോട് പ്രതികരിക്കാൻ പോവുകയും, അപ്പോൾ ഒരാളെങ്കിലും അവിടെ ക്ഷമിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു മാരകമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി അത് എത്ര വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള എത്ര കോടികൾ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണെങ്കിലും അതൊരു വെറും യന്ത്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് ഓടിക്കുന്ന അതിൽ യാത്ര ചെയ്യുന്ന നമുക്ക് വേണം. ആ വണ്ടിക്ക് ഒരു തിരിച്ചറിവില്ല, അത് സമൂഹത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളൊരു തിരിച്ചറിവ് വണ്ടിക്കില്ല. പക്ഷെ ആ വണ്ടിയിൽ സഞ്ചരിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് റോഡുകളിൽ ഇറങ്ങുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇത്രയും പ്രത്യേകിച്ചും തിരക്കുള്ള റോഡുകളിലോ അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡുകളിലോ ഒക്കെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ചെറിയ ചെറിയ ഉരസലുകളും പ്രശ്നങ്ങളും ഒക്കെ. പക്ഷെ അതിനെ വളരെ സംയമനത്തോടെയും പക്വതയോടെയും കുറച്ച് ക്ഷമയോടെയും ഒക്കെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ മാറും. ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു സംയമനം, ഒരു പക്വത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആർജിച്ചിരിക്കേണ്ട വലിയ ഒരു സ്കില്ലാണ്.
ഈ സ്കില്ലുകൾ തീർച്ചയായിട്ടും നമ്മൾ പുതിയ കാലത്തെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇത്തരം സ്കില്ലുകൾ അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മളത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ സിനിമയിലെ റോഡ് പോലെ നമ്മുടെ റോഡുകളും റോഡ് ടു ഹെൽ ആയി തന്നെ മാറും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് ഇളനാടൻ ഡയറിയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.